നമുക്കൊരു കോമ്പറ്റീഷൻ ബ്ലോക്കാണ്. സമയം ഇപ്പം 6. ഞങ്ങൾ വിചാരിക്കുമായിരിക്കും ഞങ്ങളിത് ചിരിച്ചു വിളിച്ചുകൊണ്ട് എങ്ങോട്ടാണ്, റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ഇത് നോക്കൂ ഗൈസ്, വഴിയിലൊരാന. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടൊരാനയാണ്. ഉത്സവം എന്താണെന്ന് തോന്നുന്നു. കുറച്ച് നേരം അതൊക്കെ കണ്ട് ഇവിടെ ഇരുന്ന് വായി നോക്കി കുറച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നോയൊക്കെ പറഞ്ഞ് തന്നു പ്ലീസ്. അപ്പോൾ ഇതാ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രെയിൻ വന്ന വീഡിയോ എടുത്തില്ല. അങ്ങനെ ട്രെയിനിൽ കയറി ഞാൻ സ്വന്തമായിട്ട് തന്നെ ഫുഡ് കൊണ്ടുവന്ന് വീട്ടിൽ ഞാൻ അതെല്ലാം അഴിച്ച് എടുത്ത് തോട്ടെടുത്ത് വെച്ച് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പറും ആരും നോക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ഇതാ ഞാൻ ഇത്ര എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇതിനപ്പുറം ടേസ്റ്റ് ഇല്ലെന്ന്. അതപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇരുന്നൊരു കൊച്ച് കുക്കീസ് കഴിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ എത്തി നേരെ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് പോയിരുന്ന് അവിടെ അവയെ പ്രോട്ടീനൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. നേരെ നടന്നു പോയി. കുറച്ച് നേരം ഇവിടെ പോസ്റ്റായിരുന്നു. കൊല്ലത്ത് എല്ലാവരും വന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇച്ചിരി പോസ്റ്റായി കുറച്ച് ടൈം അവിടെ നിന്ന് അവയെല്ലാവരെയും ഒന്ന് നോക്കി. ഇതാ നാളെ കോമ്പറ്റീഷൻ നടക്കുന്ന സ്റ്റേജ് ഇവിടെ വെച്ചാണ് നാളെ ഞങ്ങളുടെ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത്. വലിയ രസമില്ല, നാളെ അടിപൊളിയായിരിക്കും. അങ്ങനെ ഇതെല്ലാം കൊടുത്ത് ഞങ്ങൾ തിരിച്ചിതാ റൂമിലോട്ട് പോവാണ്. പോകുന്ന വഴി നല്ല രസമായിട്ടോ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ റൂമിൽ ചെന്ന് കുറച്ച് പോസിങ് നോക്കാമെന്ന് എഴുതി ദാറ്റ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പോസിങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തെ ടെൻഷനുണ്ടോ എന്ന് ചോദിച്ചാൽ ടെൻഷനൊന്നുമില്ല. പിന്നെ ഡയറ്റ് പിടിച്ച് നിൽക്കുന്നതിൻ്റെയും സ്ട്രെസ്സിൻ്റെയും ഇതെല്ലാം എൻ്റെ മുഖത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പോസിങ് എല്ലാം കറക്റ്റാക്കി ഫുൾ പോസിങ് ചെയ്ത് കുറച്ച് നേരം നോക്കി. ഇതിപ്പോൾ രാത്രി 12:30 1:30 ഞാൻ ഈ പോസിങ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പോസ് തെറ്റിക്കാത്ത പോസിങ് എല്ലാം ചെയ്ത് കൈയും കാലുമൊക്കെ എടുത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ ഉറക്കണിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി. അങ്ങനെ രാവിലെ ഞങ്ങൾ നേരെ അങ്ങോട്ട് ചെന്ന് അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഡിസ്റ്ററായിട്ട് പോലീസൊക്കെ കിടന്ന്. അങ്ങനെ നേരെ ഞങ്ങളൊരു ഹോട്ടലിലേക്ക് ലവ്ക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് പോയി. ഞാൻ എന്തിനാ ചിരിക്കുന്നതെന്ന് എനിക്കൊക്കെ മനസ്സിലാവും. ഞങ്ങളെല്ലാം ഡയറ്റും പിടിച്ച് വിശന്നിരിക്കെ ഇതാ എൻ്റെ ചേച്ചി അവൾ എക്സ്കർഷന് ഇവിടെ ട്രിപ്പ് വന്നതാണ്. അവൾ കഴിക്കുന്നൊക്കെ കണ്ടോ, ബേസിക്കണ്ടോ പൊറോട്ടയും ബീഫും. ഇത് കഴിച്ചിട്ട് ചിരിയുണ്ടാവും അവളുടെ. വിശന്നിരിക്കുന്ന അമ്മയായിരുന്നു പൊറോട്ടയും ബീഫും. ആ എന്ത് ടേസ്റ്റായിരുന്നു. അത് വീഡിയോ എടുക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് നോക്കിയിരുന്നു. എനിക്ക് കുറച്ച് കുറ്റം പറയാം. ഞാനും എൻ്റെ അച്ഛനുമുറി അവിടെ കാണുന്ന എല്ലാ പെമ്പിള്ളാരെയും എല്ലാ ചെറുപ്പന്മാരെയും തകർത്ത് കുറ്റം പറയുകയാണ്. തകർത്ത് എന്താണ് നോക്ക് 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 അവളെ നോക്ക്. കണ്ടാലേ അറിയോ അവൾക്ക് കിട്ടത്തില്ലെന്ന്. അത് കഴിഞ്ഞ് ഇത് കണ്ടോ, ഒരു കിഡ്സിൻ്റെ ആയിരുന്നു ഈ കൊച്ചു ചെറുക്കൻ. ഒരു തലതെറിച്ച് ചെറുക്കനെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവൻ നിൽക്കുന്നത് എടുക്കുന്നത് കണ്ടോ, കറക്റ്റ് ഒരു ബിൽഡേഴ്സ് നിൽക്കുന്ന പോലെ ടാൻഡാനൊക്കെ ഭയങ്കര പുറത്തേക്കാരായിരുന്നു അവിടെ കിടന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പട്ടി ഷോ ആവുക അൺഎക്സ്പെക്റ്റഡ് കാണിക്കാതിരിക്കുകയാണ് ഗൈസ്. ഞാൻ അവിടെ നിന്നിട്ട് കാഫ് എന്ന് പറയുമ്പോൾ ഇവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാഫ് കാണിക്കുന്നത്. ഇനി കുറച്ച് പട്ടി ഷോ ആശാൻ്റെയും ശിശിയുടെയും കുറച്ച് പട്ടി ഷോയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ, ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. പക്ഷേ ഷോ കാണിക്കാനുള്ളതും ഉണ്ട്. ഡബിൾ കാഫ് വേണ്ടോ, കണ്ടോ. അതുകൊണ്ട് ഇച്ചിരി ഷോ കാണിക്കല്ലേ, നല്ലത് ഇച്ചിരി കൂടി പോയി. ഇനിയിപ്പം കുഴപ്പമില്ല. എന്തൊക്കെ കാണണം ഗൈസ്, ഒരു ദിവസം കഴിയണമെങ്കിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വാമപ്പ് തുടങ്ങി. മത്സരം എല്ലാം കഴിഞ്ഞ് വാമപ്പ് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5:30 6 മണിയായി കാണും. 6 മണി, അതെ 6 മണിയായി കാണും. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് വുമൻസ് ബോഡി ബിൽഡിങ് വെച്ചിരുന്നത്. അങ്ങനെ ഇരുന്നിരുന്ന പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് വാമപ്പൊക്കെ ചെയ്ത് കുറച്ച് ഉഷാറാവാൻ എഴുതി. അങ്ങനെ ആശാൻ പറഞ്ഞ പ്രകാരം വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാമപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ടാനിടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ ടാനിലായിട്ട് സെറ്റായി. ഇതാ കോമ്പറ്റീഷൻ തുടങ്ങാൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ. ടെൻഷനൊന്നുമില്ല.
ഹാപ്പിയാണ്, ചില്ലാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ടാൻഡറിയാണ്. അപ്പോഴത്തേക്കിന് എൻ്റെ മെമ്പറെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതായി. അടുത്ത് നമുക്ക് സ്വീകരിക്കാണ് വയസ്സ്. Relax. Pose number 2, show your any signs with your calf. Relax. Pose number 3, show your front lateral spread. Spread together. Relax. All of you about turn. Pose number 4. Show your back, double biceps, hamstring with your calf flexed together. Relax. Pose number 5. Show your back lateral spread. Spread together. Relax. Pose number 6. Show your any side triceps with your calf. Any of your side triceps with your calf. Relax. The 7th compulsory pose. Show your abdomen with both the thighs. Flex together. Relax.